ഡിന്നറിന് ഇതുപോലൊരു ഫുഡ് ഉണ്ടാക്കൂ. ഒട്ടും സമയം എടുക്കത്തില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഇതുപോലൊരു പലഹാരം. നിറയെ വെജിറ്റബിളും ഒക്കെ ചേർത്ത് ഗോതമ്പൊടിയും റവയും ഒക്കെ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പലഹാരം. അതുപോലെ കറിയൊന്നും ഇല്ലാതെ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് റവ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നോർമലായിട്ട് ഉപ്പുമാവിന് എടുക്കുന്ന റവയുണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും വളരെ തരി കുറഞ്ഞ റവ തന്നെയാണല്ലോ നമ്മൾ ഉപ്പുമാവിന് എടുക്കുന്ന ആ റവ തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം സ്പൂണ് കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് റവയൊന്ന് നന്നായിട്ട് കുതിരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിളൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതായത് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറ്റി ഒന്ന് വേവിച്ച് എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച്, അതായത് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തതും പച്ചമുളക് ചോപ്പ് ചെയ്തും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവുകളൊന്നും പറയുന്നില്ല കേട്ടോ, നമ്മുടെ കയ്യിലുള്ളതുപോലൊക്കെ എടുത്തു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതെല്ലാം ചേർക്കുമ്പം നമ്മൾ വളരെ ചെറിയതായിട്ട് നമ്മൾ അരിഞ്ഞ് എടുക്കാൻ നോക്കുക കേട്ടോ. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ഏത് വെജിറ്റബിൾ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ പൊട്ടറ്റോയാണ് ചേർക്കുന്നത് കേട്ടോ. പൊട്ടറ്റോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തൊന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റാണ്, അതും ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ചെറു തീയിൽ കിടന്ന് ഈ വെജിറ്റബിളിൻ്റെയൊക്കെ പച്ച ചുവയൊന്ന് മാറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അതൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് അതായത് ഈ പച്ചക്കറി നമ്മൾ ഈ ചീനച്ചട്ടിയിൽ കിടക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നന്നായിട്ട് യോജിച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതൊന്ന് തണുക്കണം. അപ്പോഴേക്കും നമ്മുടെ റവയൊന്ന് നോക്കാം. ഇതേ നോക്കൂ, നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച റവ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ വേണം നമ്മൾ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാൻ. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി വെള്ളം ഒട്ടും ചേർക്കരുതെന്ന് പറയുന്നത്, നമ്മൾ ഈ വെജിറ്റബിളൊക്കെ ചേർത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കേണ്ടതാണ്. വെള്ളം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ദേ നോക്കൂ, ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടിയും റവയും കൂടെ. ഇനി അതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആ വെജിറ്റബിളും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അപ്പോൾ ചൂട് നന്നായി ആറിയിട്ട് വേണം ഇങ്ങനെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മളിത് ഇളക്കുമ്പം കൈ പൊള്ളും നന്നായിട്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ കിട്ടണം കേട്ടോ. അതായത് നമ്മളിത് പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. അതിൻ്റെ കൊണ്ടാണ് പറയുന്നത് വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നതിന്. അപ്പോൾ ഇതുപോലെ ഒരു വാഴയില ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് പുരട്ടിയിട്ട് ഇതുപോലെ നമുക്ക് പരത്തി കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇലയിൽ നമ്മൾ പരത്തിയെടുത്ത് നമ്മൾ കല്ലിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊള്ളത്തില്ല കേട്ടോ. ചൂടായ കല്ലിൽ ഡയറക്റ്റ് നമ്മൾ ഈ മാവെടുത്ത് പരത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ നന്നായിട്ട് പൊള്ളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ പൊള്ളത്തില്ല. നമ്മുടെ തവ നന്നായി ചൂടായി കിടപ്പുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് ഇതുപോലെ ഞാൻ പുരട്ടി കൊടുത്തിട്ട് ഈ വാഴയില ഇതുപോലെ ഒന്നങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമ്മുടെ ആ വാഴയില നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം നമ്മളിത് ഇതുപോലൊന്ന് അടപ്പ് വെച്ചിട്ട് ആ പലഹാരം ഒന്ന് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് കിട്ടും. അതിനുശേഷം അതിൻ്റെ മേൽഭാഗം ഒന്ന് മറിച്ചിടുന്നതിന് മുന്നേ ഇതുപോലെ ഒരല്പം നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ട് അത് വീണ്ടും ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ആ സൈഡൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ പലഹാരം മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ദേ നോക്കൂ, ആദ്യം ഇട്ട പലഹാരം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു ഇലയിലേക്ക് ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായി കാണാം.